every body continues in state of rest or uniform motion in straight line unless it is compelled by external forces to change that state. Everybody, ഈ every body എന്ന് പറഞ്ഞാൽ എന്തുവാ? യൂണിവേഴ്സിലുള്ള എല്ലാ ഒബ്ജക്ട്സും അതിനകത്ത് വരും. സപ്പോസ് ഇപ്പൊ എൻ്റെ ഒരു ടൈം ബോംബ് ഉണ്ട്, ഞാനൊരു ബോംബ് ഇവിടെ വെച്ചേക്കുക, 5 minutes കഴിയുന്നു, ഈ സാധനം പൊട്ടിത്തെറിക്കുന്നു. ഇതിന്റെ അപ്പുറം ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നിട്ട് നിങ്ങൾ കണ്ടിട്ടില്ല. 5 minutes കഴിയുമ്പോൾ ബോംബ് അവിടെ ഇല്ല. ആക്ച്വലി അപ്പൊ ഇതിന്റെ വയലേഷൻ ആണ്. സെന്റർ ഓഫ് മാസ് എന്ന കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഇൻട്രോഡ്യൂസ് ചെയ്യണമെങ്കിൽ ന്യൂട്ടന്റെ തേർഡ് ലോ വേണം. ന്യൂട്ടന്റെ തേർഡ് ലോയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പറയും. അടുത്ത വേർഡ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. എന്തോ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആർക്കെങ്കിലും പറയാം? ആർക്കെങ്കിലും ഇതിനകത്ത് റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ കാണിച്ചു തരാമോ? നോ. എർത്ത് നമ്മൾ എല്ലാവരെയും കൊണ്ട് ആക്ച്വലി റൊട്ടേറ്റ് ചെയ്യുവാണ്. സോ വിത്ത് റെസ്പെക്ട് ടു സൺ നമ്മൾ അതിന് റെസ്റ്റിലല്ല. അപ്പൊ എന്താ ആക്ച്വലി സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്? അങ്ങനെ ഒരു നോഷൻ ഉണ്ടോ? നമുക്ക് അടുത്ത വേർഡ് നോക്കാം. യൂണിഫോം മോഷൻ. എന്താ യൂണിഫോം മോഷൻ? ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ടൈം ഇന്റർവെൽ. നിങ്ങൾ എങ്ങനെയാ ഈക്വൽ ആയിട്ടുള്ള ടൈം ഇന്റർവെൽ നിങ്ങൾ കൺഫേം ചെയ്യുന്നത്? ഓക്കെ, ഏറ്റവും സിമ്പിൾ സംഭവം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഞാൻ വാക്യത്തിൽ എന്റെ ഈ സാധനം കൊണ്ടുവയ്ക്കുന്നു, എന്നിട്ട് ഇവിടെ തൊട്ട് ഇതുവരെ ലൈറ്റ് ട്രാവൽ ചെയ്യാൻ എത്ര സമയം എടുത്തോ അതാണ് 1 second. നിങ്ങൾക്ക് ഈ ടെക്നിക്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈക്വൽ ടൈം ഇന്റർവെൽ ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? സപ്പോസ് സ്പീഡ് ഓഫ് ലൈറ്റ് വളരെ ചെറിയ രീതിയിൽ സ്പീഡ് ഓഫ് ലൈറ്റ് വേരി ആണെങ്കിലോ, നമ്മുടെ യൂണിവേഴ്സിന്റെ പ്രിൻസിപ്പിൾ അങ്ങനെയാണെങ്കിലോ, നിങ്ങൾ എങ്ങനെ ഈക്വൽ ടൈം ഇന്റർവെൽ നിങ്ങൾ വിശ്വസിക്കും? ഇനി കാരണം നിങ്ങൾ ആദ്യം കൺഫേം ചെയ്യണം ലൈറ്റിന്റെ സ്പീഡ് എല്ലാ കാലത്തും ഒരുപോലെ ആയിരിക്കും. അത് കൺഫേം ചെയ്യാതെ ഒരിക്കലും നിങ്ങൾക്ക് ഈക്വൽ ടൈം ഇന്റർവെൽ നോഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഇനി അടുത്തത് ഇൻ സ്ട്രൈറ്റ് ലൈൻ. എന്തോ സ്ട്രൈറ്റ് ലൈൻ? y = mx + e. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കർവ് ആണ് സ്ട്രൈറ്റ് ലൈൻ. ഇതൊരു പെർഫെക്റ്റ് ഡെഫിനിഷൻ ആണോ? എല്ലാവരും അഗ്രി ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ഈ ഡെഫിനിഷൻ നിങ്ങൾ പറയുമ്പോൾ തന്നെ നിങ്ങൾ ഒരു കാര്യം അസ്യൂം ചെയ്തു. നിങ്ങൾ ഒരു x ആക്സിസും y ആക്സിസും വരച്ചു, ആൻഡ് ഈ രണ്ട് സാധനങ്ങളും സ്ട്രൈറ്റ് ലൈനാണ്. സ്ട്രൈറ്റ് ലൈൻ എന്ന നോഷൻ ഓൾറെഡി ഇല്ല, നിങ്ങൾ എങ്ങനെ x y ആക്സിസിൽ വരയ്ക്കുന്നത്? സോ നിങ്ങൾ ആക്ച്വലി അവിടെ ക്വസ്റ്റ്യൻ തന്നെ ബെഗ് ചെയ്യും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡെഫിനിഷൻസ് ഉണ്ടോ? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 points. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത് സ്ട്രൈറ്റ് ലൈൻ്റെ ഒരു ഡെഫിനിഷൻ അല്ല, ഇത് സ്ട്രൈറ്റ് ലൈൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഞാൻ ഈ ഡെഫിനിഷൻ വന്നു കഴിഞ്ഞാൽ ഇത് വെച്ച് ഒരിക്കലും നിങ്ങൾക്ക് അൺആംബിഗ്യൂസ് ആയിട്ട് സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാൻ പറ്റില്ല. നിങ്ങൾ എന്ത് ചെയ്യും? 2 പോയിന്റ് എടുക്കും, നിങ്ങൾ ഒരു കർവ് വരയ്ക്കും, എന്നിട്ട് വേറൊരു കർവ് വരയ്ക്കും, കമ്പയർ ചെയ്യും ലെങ്ത് ഏതിനാ കുറവെന്ന്. അങ്ങനെ ഒരു ട്രയൽ ആൻഡ് എററിൽ കൂടെ ഫൈനലി നിങ്ങൾ ഒരു കർവിൽ നിങ്ങൾ എത്തിച്ചേരും. ഡെഫിനിഷൻ വന്ന് നിങ്ങൾക്ക് അൺആംബിഗ്യൂസ്ലി ഡ്രോ ചെയ്യാൻ പറ്റണം. ഞാൻ വേറൊരു ഡെഫിനിഷൻ തരാം. വാക്യത്തിലാണെങ്കിൽ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന പാത്ത് ഏതാണോ അതാണ് സ്ട്രൈറ്റ് ലൈൻ. അത് എഗ്രി ചെയ്യുന്നുണ്ടോ നിങ്ങൾ? അതായത് നിങ്ങൾ പറയുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് ഫിനോമിന എന്നൊരു സംഭവം ഇല്ലെങ്കിൽ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഇല്ലെന്ന്. ബിക്കോസ് എങ്കിലും നിങ്ങൾക്ക് ലൈറ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, എങ്കിൽ മാത്രമേ സ്ട്രൈറ്റ് ലൈൻ എന്നൊരു നോഷൻ നിങ്ങൾക്കുള്ളൂ. അടുത്ത് unless it compelled by an external force. എന്താ എക്സ്റ്റേണൽ ഫോഴ്സ്? പുഷ് ഓർ പുൾ. ഇനി വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഞാനിപ്പോൾ ഈ സാധനം ഇവിടെ വയ്ക്കുന്നു, ഞാൻ കൈ വിടുന്നു, ഈ സാധനം താഴോട്ട് പോയി. നിങ്ങൾ ഇവിടെ ഏതെങ്കിലും പുഷ് ഓർ പുൾ കണ്ടോ? പിന്നെ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ഇവിടെ ഫോഴ്സ് ഉണ്ടെന്ന്? അതായത് നിങ്ങൾ പറയുവാണ് ഇവിടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്നൊരു ഫോഴ്സ് ഇവിടെ ഉണ്ട്, അതുകൊണ്ടാണ് ഈ സാധനം താഴോട്ട് ആക്സിലറേറ്റ് ചെയ്തതെന്ന്. നിങ്ങളുടെ ആർഗ്യുമെന്റ് ഇപ്പോൾ ഒരു സർക്കുലർ ലൂപ്പായി. അതായത് സാധനം താഴോട്ട് പോയി എന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഇവിടെ ഫോഴ്സ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഒരു സാധനം ആക്സിലറേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഫോഴ്സ് ഉണ്ടായി എന്നല്ല പറയേണ്ടത്, നിങ്ങൾ ഇൻഡിപെൻഡന്റ്ലി പ്രൂവ് ചെയ്യണം ഇവിടെ ഗ്രാവിറ്റി ഉണ്ട്, ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ഫോഴ്സ് ഇതാണ് താഴോട്ട് പോയത്. സോ അപ്പൊ ഈ സാധനം ഓവറോൾ വർക്ക് ആവണമെങ്കിൽ നിങ്ങൾ ആക്ച്വലി എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാണ്. നിങ്ങളുടെ 2 സിസ്റ്റംസ് ഉണ്ട്, ഈ 2 സിസ്റ്റംസും പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെയോ അറിയാം. എങ്കിൽ അവർക്കിടയ്ക്കുള്ള ഇന്ററാക്ഷൻ എന്താണ് എന്നതിന്റെ ഈ ഒബ്ജക്ട്സിന്റെ പ്രോപ്പർട്ടീസിന്റെ ടേംസിൽ നിങ്ങൾ സം സോർട്ട് ഓഫ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം. സോ നിങ്ങളുടെ ഇപ്പൊ എന്തോ ഒരു വാല്യൂ ഉണ്ട്, നിങ്ങൾ അതിനായിരിക്കും ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ആ ഇക്വേഷൻ യൂസ് ചെയ്ത് ആക്സിലറേഷൻ എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം, എന്നിട്ട് നിങ്ങൾ ലബോറട്ടറിയിൽ ആ സാധനം വെരിഫൈ ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനൊരു സയന്റിഫിക് തിയറി ആയിട്ട് പറയാൻ പറ്റത്തുള്ളൂ. ഞാനിവിടെ ന്യൂട്ടന്റെ ലോ ഡിസ്പ്രൂവ് ചെയ്യല്ല, ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മുന്നിൽ ഇടുവാണ്, നിങ്ങൾ തിങ്ക് ചെയ്യുക.